പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, മരണം ആർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമല്ല. പക്ഷേ അതൊരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു, സമ്പാദിക്കുന്നു. എന്നാൽ നമ്മുടെ അഭാവത്തിൽ നമ്മളുണ്ടാക്കിയ ഈ സമ്പാദ്യത്തിന്റെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ തമ്മിൽ തല്ലുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ ഒരു ദുരവസ്ഥ ഒഴിവാക്കുന്നതിന് ഏറ്റവും ശക്തമായ ഒരു നിയമപരമായിട്ടുള്ള രേഖയാണ് വിൽപത്രം. ഇന്ന് നമ്മൾ ഒരു പ്രവാസിക്ക് എന്തിനാണ് ഒരു വിൽപത്രം തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ്, എനിക്കിപ്പോൾ അത്ര പ്രായമൊന്നും ആയില്ലല്ലോ, പിന്നെന്തിനാ വിൽപത്രം, എനിക്ക് കുറച്ച് സ്വത്തല്ലേ ഉള്ളൂ, അതൊക്കെ എൻ്റെ മക്കൾക്ക് തന്നെയല്ലേ, അതിനെന്തിനാ വിൽപത്രം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒഴിവ് കഴിവുകൾ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എന്തും സംഭവിക്കാം. ഒരു വിൽപത്രമില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് വീതിച്ചു നൽകുന്നത് രാജ്യത്തെ പിന്തുടർച്ചാ അവകാശ നിയമങ്ങൾക്കനുസരിച്ച് അതിസങ്കീർണവും ഒരുപാട് സമയമെടുക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ കുടുംബത്തിൽ വലിയ തർക്കങ്ങൾക്കും ഇത് കാരണമാകുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൂടുതൽ പങ്ക് കൊടുക്കണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നോക്കിയ മകന് കുറച്ചധികം നൽകണമെന്നായിരിക്കാം. പക്ഷേ ഈ വിൽപത്രമില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വിൽപത്രം അത്യാവശ്യമാകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ. നിങ്ങളുടെ സ്വത്തുക്കൾ, അത് സ്ഥലമായാലും ബാങ്ക് ഡെപ്പോസിറ്റ് ആയാലും സ്റ്റോക്കുകളായാലും, ആർക്കൊക്കെ ഏതൊക്കെ അനുപാതത്തിൽ ലഭിക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താം. രണ്ട്, കുടുംബത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ ഇതിന് കഴിയും. എല്ലാം വ്യക്തമായി എഴുതി വെക്കുമ്പോൾ സ്വത്ത് വീതം വെക്കുന്നതിനെ ചുറ്റിയുള്ള തർക്കങ്ങൾക്ക് സാധ്യതയില്ലാതാവും. ഇത് കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. മൂന്ന്, ഈ നോമിനി മാത്രം മതിയാവില്ല. പലരും കരുതുന്നത് ബാങ്ക് അക്കൗണ്ടിലും ഇൻഷുറൻസിലുമൊക്കെ നോമിനിയെ വെച്ചാൽ മതിയെന്നാണ്. എന്നാൽ നിയമപരമായി നോമിനി എന്നത് ഒരു കെയർ ടേക്കർ മാത്രമാണ്. അതായത് നിയമപരമായ അവകാശികൾക്ക് ആ പണത്തിന്റെ അവകാശം ഉന്നയിക്കാൻ സാധിക്കും. എന്നാൽ വിൽപത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്വത്തിന്റെ യഥാർത്ഥ ഉടമ ആര് എന്ന് നിയമപരമായി നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. നാല്, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ. നിങ്ങൾക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും അഭാവത്തിൽ അവരുടെ സംരക്ഷണത്തിന്റെ ചുമതല ആർക്കായിരിക്കണമെന്ന് വിൽപത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്താം. ഇനി അങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കാമെന്ന് നോക്കിയാൽ, ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ പൂർണ്ണ മാനസികാരോഗ്യത്തോടെ രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി ഒപ്പിട്ടാൽ അതൊരു വിൽപത്രമായി. എന്നാൽ ഭാവിയിലെ നിയമപരമായ സങ്കീർണതകൾ ഒഴിവാക്കാൻ ഒരു അഭിഭാഷകന്റെ സഹായത്തോടു കൂടി തയ്യാറാക്കി അത് രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴും വളരെയധികം നല്ലതാണ്. ഈ വിൽപത്രം എഴുതുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തലല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. അത് അവർക്ക് നിങ്ങൾ നൽകുന്ന അവസാനത്തെ സമ്മാനമാണ്, സമാധാനപരമായിട്ടുള്ള ഒരു ഭാവിയുടെ സമ്മാനം. അപ്പൊ നിങ്ങൾ ഇതുവരെ ഒരു വിൽപത്രം തയ്യാറാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സംശയങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നാളെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ നിലവിലുള്ള വരുമാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ അധിക വരുമാനം എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ്.